ഇന്ന് വണ്ടി പോയി ഓടിച്ച് അവിടെ ഖാലിദ് എന്ന് പറഞ്ഞ് അവർക്ക് മൊത്തത്തിൽ അവർക്ക് 5-6 പേര്, അവർ മൊത്തം 7 പേരാണ് പിള്ളേർ. 2 പേര് പഠിക്കുന്നതുണ്ട്. ഖാലിദ് എന്ന് പറഞ്ഞ ഒരു കൊച്ചുണ്ട്, അപ്പം സിസ്റ്ററും ഉണ്ട് പഠിക്കുന്നത്. പിന്നെ ഖാലിദ് എന്ന് പറഞ്ഞ പയ്യൻ 9ലും എത്ര നേരത്തില്ല, അവരെ സ്കൂൾ കാണിച്ച് ഇങ്ങനെ കറങ്ങി, ഇങ്ങനെ ഇവിടുന്ന് ആ മറ്റൊരു വഴി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോയി എന്നിട്ട് സ്കൂളും കാണിച്ചിട്ട് അത് 6/27, ഇത് 28 നമ്മുടെ ഹൗസ് നിൽക്കുന്നത്, നമ്മുടെ 28. പിന്നെ ഇന്ന് വണ്ടി ഇതൊന്ന് ഓടിച്ച് നല്ല അടിപൊളി വണ്ടിയാണ്, GMC നല്ല സെറ്റ് വണ്ടി. പിന്നെ ഞാൻ പറഞ്ഞില്ല അന്നേരം കയ്യിലാണെന്ന് പറഞ്ഞത്, അത് നമ്മുടെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അടുത്താണ് ഇതിൻ്റെ ഗിയർ, ഓട്ടോമാറ്റിക് ഗിയർ ഇരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ആദ്യമേ പിടിച്ചിടുന്നു. ഈ പാർക്കിങ്, ന്യൂട്രൽ, റിവേഴ്സ്, പിന്നെ ഡ്രൈവ്, അങ്ങനെ ഇട്ട് പിന്നെ വണ്ടി ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് റോഡ് കയറിയിട്ട് നമ്മുടെ സാറ് നമുക്ക് വണ്ടി എടുത്ത് നമ്മുടെ കയ്യിൽ തന്നിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു അതൊക്കെ ഇറങ്ങി വരാം. വണ്ടി ചവിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, സൈഡ് ഒതുക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക്. ഞാൻ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം പുള്ളി പറഞ്ഞു വണ്ടി ഓടിച്ച് കയറി റെഡിയാക്കി. ആദ്യം കയറിയിരുന്നു നമുക്ക് ഡ്രൈവിംഗ് സീറ്റ് ഒന്ന് ശരിയാക്കണം. ഡ്രൈവിംഗ് സീറ്റ് ഒന്ന് ശരിയാക്കിയിട്ട് കയറിയിരുന്നു പുള്ളി. വണ്ടി വണ്ടി സ്റ്റാർട്ടിങ് നടക്കുമായിരുന്നു. വണ്ടി ഞങ്ങളിപ്പോഴത്തേക്ക് പിടിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ കൈ കൊണ്ട് പിടിച്ച് എൻ്റെ കൊടുത്തു. കാരണം നമ്മൾ ചെയ്തിട്ടില്ല ഇത്. മറ്റേ നമുക്കില്ല, അത് ഇങ്ങനെ പിടിക്കുന്നതാണെങ്കിൽ അത് കണ്ടറിയാം. ഇതിപ്പം അതിനും മാറ്റം, അത് നല്ല കാര്യമാണ്. ഇതെല്ലാം വരണം. ഇനിയിപ്പോൾ വേറെ ഒരെണ്ണം ഇരിക്കുന്നത് ഇങ്ങനെ കറക്കി പിടിക്കുന്നത്, മറ്റേ BMW ഇങ്ങനെ കറക്കുന്നത്, ഇതിൽ റേഡിയോ ഒക്കെ കറക്കുന്ന പഴയ സെറ്റൊക്കെ ഇട്ടിരിക്കുന്ന സാധനം. അതുകൊണ്ട് അത് കറക്കി അത് ഒടിച്ച് അവിടെ നിന്ന് ഓടിച്ച് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നിട്ട് പിന്നെയും പോവും. പിന്നെ U-turn അടിച്ച് വീണ്ടും വരും. പിന്നെയും U-turn അടിക്കും. ഇങ്ങനെ ഇറങ്ങി നമ്മൾ ഓടിച്ചിട്ട് കാണിച്ച് പുള്ളിക്ക് ഇഷ്ടമായി. ഓക്കെ, പുള്ളിക്ക് സൈഡ് നമ്മുടെ ഇത് 3 റോഡാണ്. അതിനകത്തൂടെ കയറി പോകുമ്പോൾ കെട്ടില്ലേ ലൈനുണ്ടല്ലോ, വൈറ്റ് ലൈനിൻ്റെ അടുത്തോടെ ഇങ്ങനെ കടന്ന് അടിച്ചു പോകുന്നുണ്ട്. കാരണം നമ്മുടെ വണ്ടി ഇച്ചിരി ഇങ്ങോട്ട് നിൽക്കണം. പക്ഷേ അതിൻ്റെ അത് ഉണ്ടായിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലത്ത് മാറി ഇടത്തോട്ട് ഇത് ചേഞ്ച് ഇല്ലയോ, വലത്ത് സൈഡിൽ നിന്ന് ഓടിക്കുന്നത് നമ്മൾ നേരെ ഇടത്തോട്ട് മാറി വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ചെറിയൊരിതുണ്ടാവും. കാരണം പിന്നെ വണ്ടി വലിപ്പം കൂടുതലുണ്ട് വണ്ടിക്ക്. കാറ് നമ്മുടെ അടുത്ത കാറിൻ്റെ കൂട്ടല്ല, ഇന്നോവയുടെ ഒന്നും കൂട്ടല്ല. വണ്ടി ഇച്ചിരി വലിയ വണ്ടിയാണ്, കുഴപ്പമില്ല. അത് നമുക്ക് വണ്ടി വലിപ്പത്തിൻ്റെ നമുക്ക് വിഷയമില്ല. പക്ഷേ അതിൻ്റെ ഒരിതുണ്ട്, പിന്നെ റോഡിൻ്റെ ഒരിതുണ്ട്. നമ്മുടെ അതിൻ്റെ കൂട്ടൊന്നുമല്ല. പിന്നെ പുള്ളി ഇരിക്കുന്ന ഒരിത്, പിന്നെ വണ്ടി നമ്മൾ 2-3 വട്ടം ഓടിക്കുക കഴിയുമ്പോൾ നമുക്ക് ശരിയാകും. പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ സ്മൂത്ത്. അപ്പം ഞാൻ സ്മൂത്ത് ഓക്കെ. അപ്പം ഞാൻ പിന്നെ പുള്ളിക്കെല്ലാം സ്മൂത്ത്. പപ്പയുടെ ഇതൊന്നുമില്ല. പപ്പ അനങ്ങായിരിക്കുമായിരുന്നു. അവർ പപ്പ കയറി ബാബ കയറിയിട്ട് ഉണ്ടാകുന്നു, ദേഷ്യം കയറിയിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ കയറി ഒന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഓടിച്ച് കാണിച്ച പുള്ളി ഒരു 1, 2, 3, 4, 5 6ാമത്തെ റൗണ്ട് വന്ന പുള്ളി പറഞ്ഞ സൈഡ് കയറ്റി. അപ്പോൾ ഞാൻ സൈഡിട്ട് നമ്മളല്ലേ ഓടിക്കുന്നതിന്. അപ്പോൾ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇനി നാളെ ഞങ്ങളിതിന് പോവണം. നാളെയാണ് നമ്മളിതിന്. പിന്നെ എന്തോ ഒരു പരിപാടി വരുന്നുണ്ടല്ലോ, പുള്ളി എന്ന് പറഞ്ഞാൽ അന്നങ്ങോട്ട് അവധിയാവുന്ന സ്കൂളിന്. പിന്നെ വെള്ളിയും ശനിയാണെന്ന് തോന്നുന്നു സ്കൂളിനൊക്കെ അവധി. ഓക്കെ, അപ്പോൾ റെഡി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല കമൻറ്റോ പിന്നെ കുറേ കാര്യങ്ങൾ നമ്മളിടുന്ന വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സംസാര രീതിയൊക്കെ ഈ രീതിയാണ്. അല്ലാതെ വലിയ ഇത് കൊണ്ടൊന്ന് ഇതാക്കി അതൊന്നും ചെയ്യാനുള്ള ഇതൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ അറിയുന്ന ഒരാളും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാമെങ്കിൽ അതേ കൂട്ട് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്ത് വിടാം. എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല, നേരെ ലൈവ് നടക്കുന്ന സംഭവങ്ങൾ.
പറയുന്നു, നമ്മുടെ വായി വരുന്ന കാര്യങ്ങൾ പറയുന്നു, സംസാരിക്കുന്നു. അതിനകത്തൊക്കെ തെറ്റുകളും കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അതിനൊക്കെ മാറ്റം ഉണ്ടാക്കാം. കാരണം തുടക്കത്തിൻ്റെയാണ്, മാറ്റങ്ങളുണ്ടാവും. എല്ലാത്തിനും ഒരു മാറ്റങ്ങളുണ്ടാകും. അങ്ങനല്ലേ നമ്മൾ തുടക്കം എന്തൊരു കാര്യം തുടങ്ങിയാലും മാറ്റങ്ങളുണ്ടായി വരും. നല്ലൊരു മാറ്റങ്ങളുണ്ടായി. പിന്നെ അപ്പോൾ ഓക്കെ, റെഡി. ഓക്കെ, കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക. പിന്നെ നമ്മുടെ ഇതൊന്ന് വിജയിപ്പിച്ച്, നിങ്ങളൊന്ന് വിജയിപ്പിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വീഡിയോ കണ്ടൊന്ന് വിജയിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റ്. കാരണം നിങ്ങളിടുന്ന കമൻറ്റൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നു, ഇവിടെ കാര്യങ്ങളൊക്കെ വിട്ടുവന്ന് നിൽക്കുന്നേ. അപ്പം നമുക്ക് നിങ്ങളുടെ ഒരു കമൻറ്റും കൂടെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമോ, ഇതെല്ലാം അവർ പറഞ്ഞല്ലോ, ഇത് കേൾക്കാൻ നമുക്ക് മനസ്സിനൊരു വലിയ സംതൃപ്തി ഉണ്ടാവും. വലിയ സംതൃപ്തി. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റപ്പെട്ടൊരു ജീവിതത്തിനകത്ത് നിന്ന് വന്ന് നിൽക്കുന്ന, കൂടെ കാര്യം പറയാൻ ആരില്ല, നമ്മളിങ്ങനെ കിടക്കുന്നു, ഒരു ജയിലിൽ കിടക്കുന്ന കൂട്ട്. പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അന്ന് നല്ലൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റൊക്കെ അടിക്കാമെങ്കിൽ നമുക്കൊക്കെ അറിയാം ഇതെന്തുവാണ്. നമുക്ക് സന്തോഷമാകും, നമുക്ക് എടുത്ത് നോക്കാനും. അപ്പോൾ ഓക്കെ, വീഡിയോ ഒന്നുമില്ല, ഒരുപാട് വീഡിയോകൾ വരും. കാണുന്ന വീഡിയോയിടും. ഓക്കെ, എന്നാൽ ശരി.